നമുക്ക് ഇപ്പോൾ ഒരു KSRTC ഡ്രൈവറുടെ മകൻ മാത്രമായ ഒരാള് മുസ്ലിം ലീഗിന്റെ, മുസ്ലിം യൂത്ത് ലീഗിന്റെ, MSFന്റെ ഭാരവാഹി മാത്രമാകുന്ന ഒരാള്, ഒരു ബിസിനസ്സും ചെയ്യുന്നില്ല എന്ന് പൂർണ്ണബോധ്യം നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരാള്, ഒരു തരത്തിലുള്ള മറ്റു പ്രവർത്തനങ്ങൾ, നമ്മളുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അധ്വാനം, നമ്മളുടെ ശേഷി, ഇതൊക്കെ ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ മുടക്കണമല്ലോ, ചെലവാക്കണമല്ലോ. ഇതൊന്നുമില്ലാതെ ഇവരുടെ ഒക്കെ വീട്ടില് ആകാശത്ത് നിന്ന് നോട്ടിന്റെ കെട്ടുകൾ വർഷിക്കുന്നുണ്ട് എന്നാ തോന്നുന്നത്. അല്ലാതെ ഇങ്ങനെ അത്ഭുതം. ഇപ്പൊ ഞാനും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണല്ലോ. ഞാനും മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. എനിക്ക് പൈസ കയ്യിൽ നിന്ന് ചെലവായിരുന്നു യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആവുമ്പോൾ. എന്റെ വണ്ടിക്ക് ഞാൻ പൈസ അടിച്ചിട്ട് ഞാൻ സ്വന്തം ഓടിച്ചിട്ടായിരുന്നു പോയിരുന്നത്. പറയുന്നുണ്ട്. ഇതൊരു 10 ഉള്ളൂ. ഇത് അങ്ങോട്ട് കൊടുത്ത അല്ല, 2 വെച്ചിട്ട് ഒരാൾ നോക്കേണ്ടി വരും. ഇതിനും ഇത് എടുക്കാൻ പൈസ വേണ്ടേന്ന് അഷ്കറെ. നമ്മൾ അതെ അല്ല വീടാ ഒരു പിരിവ് നമ്മൾ നടത്തിയാലോ എന്നാ ആലോചിച്ച് വെക്കരുത്. ഇതിനും വേണ്ടിയിട്ടേ ഏത് അത് ഒക്കെ കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുത്തു. പറ്റുമല്ലോ, വിജിലൻസിനെ അന്വേഷിക്കാൻ പറ്റും. മറ്റത് ലോകായുക്തയാണ്, മറ്റത് ഈ പൊതുപ്രവർത്തകര്. അതെ അതൊക്കെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതൊക്കെ പോലൊക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ. അല്ല, ഞാൻ പറയട്ടെ, നമ്മൾ ഈ പറഞ്ഞത് കേട്ടിട്ടാണല്ലോ ഇവരൊക്കെ അന്വേഷിക്കുക. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ഇതുവരെ നമ്മളിവിടെ പറഞ്ഞാൽ മതി, അപ്പൊ എല്ലാരും അന്വേഷിക്കേണ്ട ആളുകൾക്ക് അന്വേഷിക്കാം. ഇപ്പൊ എനിക്കെതിരെ ആരെങ്കിലും പരാതി കൊടുത്തിട്ട് അന്വേഷിച്ച് അല്ലല്ലോ. അതും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഈ ഇത്യാദി പ്രവർത്തനങ്ങൾ തുടരും, ശക്തമായിട്ട് ഭാവിയിലും തുടരും. അതെ, അത് നമ്മളുടെ തീരുമാനം നമ്മൾ പറഞ്ഞതല്ലേ. എന്റെ ആഗ്രഹം അതാണ് ഞാൻ പറഞ്ഞത്. അത് ഒന്നും അതിനൊന്നും പ്രസക്തിയില്ല. കാരണം ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. പിന്നെന്താ, അങ്ങനെ ഒന്നിന് പ്രസക്തിയില്ല. പരാതി കൊടുക്കട്ടെ, തീർച്ചയായിട്ടും ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു. ED നോക്കിയിട്ടൊന്നും കിട്ടിയിട്ടില്ലല്ലോ. NIA, കസ്റ്റംസ് അവരൊക്കെ നോക്കിയില്ലേ? തോട്ടഭൂമി ആണ് എന്ന് അവര് തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ, ഇപ്പോ പറയുന്നുണ്ടല്ലോ. കാരണം ഞങ്ങൾ തോട്ടഭൂമിയുടെ തരം മാറ്റിയിട്ടില്ല എന്ന് സ്ഥലം വിറ്റ ആളുകൾ പറഞ്ഞല്ലോ. ഇനിയിപ്പോ അവിടെയും ഒരു പ്രശ്നം നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇപ്പൊ ലാൻഡ് ബോർഡ് കേസെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഈ തോട്ടഭൂമി തരം മാറ്റിയത് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പേരിലാണ് ഭൂമി എടുത്തിട്ടുള്ളത്. കേസെടുക്കാൻ വേണ്ടി പോകുന്നു എന്ന് വന്നപ്പോ എന്താണ്, ഇവർ ഈ ദുരിതബാധിതർക്ക് ഇത് പതിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഇനി വരാൻ പോകുന്ന കേസ് ആരുടെ തലയിലാണ് വരിക? ഈ പാവങ്ങളുടെ പേരിലാണ് വരിക, ഈ സാധുക്കളെ തലയിലാണ് വരിക. ഉപകാരം ചെയ്യണ്ട, ഉപദ്രവം ചെയ്യാതിരുന്നാൽ മതി. ലീഗിന് എന്തായിരുന്നു ഇത്രയും കാലം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കുന്നതിന് തടസ്സമായിട്ട് നിന്നത്? ഇപ്പൊ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് 160 ഏക്കർ ഭൂമി വേണ്ടിയിരുന്നു. ആ 160 ഏക്കർ ഭൂമി എടുക്കാൻ വേണ്ടിയിട്ടുള്ള നിയമക്കുരുക്കായിരുന്നു സർക്കാരിന്റെ പദ്ധതി വൈകുന്നതിന് കാരണമായത്. 160 ഏക്കർ ഭൂമി തോട്ടഭൂമി ആയിട്ടുള്ള ഭൂമിയാണെങ്കിലും ഏറ്റെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സർക്കാരിന്. ആദ്യം 28 കോടി രൂപ കെട്ടിവെച്ചു. അപ്പോൾ അതിൻ്റെ ഓണർ ഈ പൈസ പോരാന്ന് കൊണ്ട് കോടതിയിലേക്ക് പോയി. അപ്പോൾ കോടതിയിൽ വീണ്ടും 17 കോടി രൂപ സർക്കാർ കെട്ടിവെച്ചു.
അപ്പോഴാണ് വേറൊരു ഈ ഓണറുടെ പോലെ തന്നെ വേറൊരാളും ഇതിൽ പിന്നെ പങ്കാളിത്തണ്ട്, അയാൾക്കും ഇതിൽ അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നത്. അപ്പോഴാണ് സർക്കാർ 43 കോടി രൂപയിലധികം കോടതിയിൽ കെട്ടിവെച്ച് ഇതിന്റെ കേസ് എന്നാണോ തീരുന്നത് അന്ന് ആർക്കാണോ വിധിയാകുന്നത് അവർക്ക് നിങ്ങൾ കൊടുത്തോളൂ എന്നും പറഞ്ഞിട്ട് കോടതിയിലാണ് പൈസ കെട്ടിവെച്ചത്. അങ്ങനത്തെ പ്രശ്നമൊന്നും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലല്ലോ. ആ ഒരു 10-11 ഏക്കർ സ്ഥലത്തിന്റെ പ്രശ്നമല്ലേ ഉള്ളൂ. ഇത് വലിയ ടൗൺഷിപ്പ് അല്ലേ, 160 ഏക്കർ സ്ഥലത്തുള്ള ടൗൺഷിപ്പ്. അതും പ്രധാനപ്പെട്ട റോഡിന്റെ പിന്നെ മുഴുവൻ അങ്ങനെ തന്നെയാണ്. ആ റോഡിന്റെ പിന്നെ ഇതിലാണ് കിടക്കുന്നത്. 3 ഭാഗവും റോഡാണ് ഈ സ്ഥലത്തിന്റെ, ഈ ടൗൺഷിപ്പിന്റെ. എങ്ങനെ എനിക്ക് പിന്നെ സംശയമാണ്, എങ്ങനെ ഇതുവരെ തറക്കല്ലിട്ടത് 5-ാം മാസമാണ്, ഇത് 8-ാം മാസമായി. സാദിഖ് അലി ശിഹാബ് തങ്ങള് വയനാട് പദ്ധതിക്ക് തറക്കല്ലിട്ടത് 5-ാം മാസത്തിലാണ്. പക്ഷെ ഇതുവരെ അവിടെ ഒരു കമ്പി പോലും കുത്തിയിട്ടില്ല. തറപ്പണിയുമായി ബന്ധപ്പെട്ട് ഒന്നും നടന്നിട്ടില്ല. എന്നാണ് ഞാൻ അവർ നടത്താൻ വേണ്ടി പോണത്? ഈ പദ്ധതികളൊക്കെ സർക്കാരിൻ്റെ ഇത് 6 മാസത്തോട് കൂടിയിട്ട് പിന്നെ ഭവന സമുച്ചയങ്ങളാകും. അങ്ങനെ ഭവന സമുച്ചയങ്ങളായി കഴിഞ്ഞാൽ അതിലേക്ക് ആളുകൾ പോകുമ്പോൾ ഈ ആളുകൾ എന്ത് ചെയ്യും? അവർക്കിപ്പോൾ ആനുകൂല്യമില്ല, ഒന്നുമില്ല. അല്ല, സർക്കാർ അനുമതി 1,22,000 രൂപക്ക് എന്തിനാണ് അവർ ഭൂമി എടുക്കുന്നത്? സർക്കാർ എടുത്തത് 23,000 രൂപക്കാണല്ലോ, 25,000 രൂപക്ക്. 25,500 രൂപ സർക്കാർ ഈ 160 ഏക്കർ സ്ഥലത്തിന് 1 സെന്റിന് കെട്ടിവെച്ചിട്ടാണ് കണ്ണായ സ്ഥലത്ത് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ കൽപ്പറ്റ ടൗണിനോട് ചേർന്ന് ഈ സ്ഥലം എടുത്തിട്ടുള്ളത്. 4-5 സ്കൂളുകൾ, ആരാധനാലയങ്ങൾ, ഇതെല്ലാം അതിൻ്റെ ചുറ്റുവട്ടത്തുണ്ട്. ഈ ഭൂമിയിൽ തന്നെ ഉണ്ട് ഒരു പള്ളിയും ഒരു ക്ഷേത്രവും. ഈ 160 ഏക്കറിൽ ഒരു പള്ളി, ഒരു ക്ഷേത്രവും. അതൊക്കെ നിങ്ങൾ വേറെ പിന്നെ ചോദിക്കുകയാണ് നല്ലത് CPM ലീഡേഴ്സിനോട്. അതൊക്കെ അതൊന്ന് വളരെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ടല്ലോ. രാഹുൽ ഗാന്ധിയും ജോൺ ബ്രിട്ടാസും ഒക്കെ അല്ലേ പിന്നെ മുന്നിൽ നിന്ന് പിന്നെ എന്നൊക്കെ നയിക്കുന്നതൊക്കെ ഫോട്ടോ ഒക്കെ കണ്ടല്ലോ, പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഉണ്ടല്ലോ. അതെ, അവിടെ BJP വോട്ട് കൊള്ളാം, ലീഗ് ഇവിടെ ഫണ്ട് കൊള്ളാം. 2 കൊള്ളയാണെന്ന് മാത്രം. 2 കൊള്ളയാണ്. ഒന്ന് വോട്ട് കൊള്ളയാണ്, മറ്റൊന്ന് ഫണ്ട് കൊള്ളയാണ്.